പിന്നീട് അവന് അടുത്ത താല്പര്യം ലൈംഗികതയാണ്. അപ്പൊ ആ ലൈംഗികതയ്ക്ക് വേണ്ടി അവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ അവൻ തിരിച്ച് കെയർ ചെയ്യും. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ അടുത്ത ആളെ തേടി പോകും. കുടുംബ ബന്ധങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പൊ ഇത് പരസ്പരം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ കേൾക്കുന്ന എല്ലാ പുരുഷന്മാർക്കും അറിയാമേ, ആരും സ്ത്രീയെ കണ്ടപ്പോൾ അപ്പൊ നോക്കും ഇല്ലേ, ഉറപ്പായിട്ട് നോക്കും. അപ്പൊ അത് സ്ത്രീകളും ശ്രദ്ധിക്കുന്നുണ്ടാവാം. പക്ഷെ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നവരല്ല. വ്യത്യാസം. അപ്പൊ അവന്റെ തലച്ചോറിൽ ഏറ്റവും കൂടുതൽ ലക്ഷ്യത്തിന് വേണ്ടി അവൻ പ്രവർത്തിക്കുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ രണ്ടാം സ്ഥാനമുള്ളത് സെക്സാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തെ ആസ്പദമാക്കാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചേട്ടൻ സിനിമ പ്രവർത്തകനാണ്, കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററാണ്. എന്താണ് കമ്മ്യൂണിക്കേഷനിൽ ഈ ബുക്കിനൊരു പ്രസക്തി? നമസ്കാരം. നമ്മൾ കമ്മ്യൂണിക്കേഷനുമായിട്ട് നിരവധി മാസങ്ങളായി നിരവധി വീഡിയോയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആശയവിനിമയത്തെക്കുറിച്ചാണ്. മികച്ച ആശയവിനിമയം നമുക്ക് എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. കോഴ്സ് എന്ന നിലയ്ക്കും കൂടെ ആളുകളെ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരു വായന, ഒരു ഒറേഷ്യസ് റീഡർ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ നന്നായി വായിക്കുന്ന ഒരാളാണ്, പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു വായനക്കാരനെ സംബന്ധിച്ച് അയാളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് നമുക്ക് സെൽഫ് ഹെൽപ്പ് വിഭാഗത്തിൽപ്പെട്ട, പ്രചോദനാത്മകമായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് 1800കളിൽ ജീവിച്ചിരുന്ന നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ ഏറ്റവും വലിയ അതിലൊരു സാഹചര്യം, ആ പുസ്തകം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആൻഡ്രൂ കാർണഗി എന്ന ലോകത്തിലെ ആദ്യത്തെ മില്യനെയറാണ്. ആൻഡ്രൂ കാർണഗി എന്ന വ്യവസായിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെപ്പോളിയൻ ഹില്ല് പോയത്. നെപ്പോളിയൻ ഹില്ലിന് അദ്ദേഹം ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ ലോകത്തുള്ള ഇത്തരത്തിലുള്ള വലിയ അമേരിക്കയിലെ അല്ലാത്തയും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ജീവിതം മനസ്സിലാക്കിയിട്ട് അവരുടെ ജീവിതത്തെ പഠിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അവർ ഇത്രയും വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയത് എന്ന വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് മനഃശാസ്ത്രപരവും അല്ലാത്തതുമായിട്ടുള്ള സാമ്പത്തികവും തത്വശാസ്ത്രപരവുമായ സമീപനത്തോടു കൂടി ഒരു പുസ്തകം ചെയ്യാൻ പറയുകയും അദ്ദേഹം ഏതാണ്ട് 500ഓളം പേരെയാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിന് നിരീക്ഷിച്ചത്. അടുത്തറിയാവുന്ന ആളുകളെ, ഹെൻറി റോക്ക്ഫെല്ലറൊക്കെ പോലുള്ള ആളുകളെ അദ്ദേഹം നേരിട്ട് കണ്ടു. ആ കാലത്തുണ്ടായിരുന്ന പല കോടീശ്വരന്മാരെ നേരിട്ട് കണ്ടു. കഴിഞ്ഞുപോയ ഡാവിഞ്ചിയൊക്കെ പോലുള്ള ആളുകൾ, നിരവധി ആളുകൾ, സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യത്യസ്ത മേഖലയിലുള്ള തത്വചിന്തകർ, അവരെല്ലാം പരിശോധിച്ചിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ 13 അധ്യായങ്ങളാണുള്ളത്. അതിൽ 10ാമത്തെ അധ്യായമാണ് നേരത്തെ ജുബിൻ സൂചിപ്പിച്ചതുപോലെ ആ അധ്യായത്തിന്റെ പേര് തന്നെ മിസ്റ്ററി ഓഫ് സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്നാണ്. എന്ന് വെച്ചാൽ അതിന്റെ മലയാളം എന്താ? ലൈംഗിക ഊർജ പരിവർത്തനത്തിന്റെ രഹസ്യം എന്നാണ്. ഒരു ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഒരു കാര്യത്തെ മറ്റൊന്നിലേക്ക് മാറ്റുന്നതാണ് ട്രാൻസ്മ്യൂട്ട് ചെയ്യുക, ട്രാൻസ്മ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അതിൽ തന്നെ ഉണ്ട്, ഒരു എനർജിയെ മറ്റൊരു എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനത്തില് സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ. ഈ അധ്യായം ലോകത്തില് നിരവധി 10,000-10,000 ലക്ഷോപലക്ഷം ആളുകൾക്ക് പ്രചോദനാത്മകമായിട്ടുള്ള അധ്യായമാണ് ഈ പുസ്തകം, നെപ്പോളിയനിലെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ പുസ്തകം. ടോണി റോബിൻസിനൊക്കെ പോലുള്ള ലോകത്തിൽ ഇന്നത്തെ ഏറ്റവും വിലപിടിച്ച ട്രെയിനർമാര്, ബ്രയാൻ ട്രേസി അടക്കമുള്ള അവരൊക്കെ ഏറ്റവും വലിയ മാർഗദർശകമായിട്ടാണ് ഈ പുസ്തകം കണക്കാക്കപ്പെടുന്നത്. എല്ലാം ഈ പ്രചോദനാത്മക പുസ്തകങ്ങളിലേക്ക് ഒരു തമ്പുരാൻ എന്ന് പറയുന്ന ഡെയിൽ കാർണഗിയെ പിന്നെ നമ്മൾ വാക്കുകളുടെ തമ്പുരാൻ എന്ന് പറയുന്ന പോലെയാണ്, പബ്ലിക് സ്പീക്കിങ്ങിന് തമ്പുരാൻ എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു പുസ്തകത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഈ 10ാമത്തെ ഈ ട്രാൻസ്മ്യൂട്ടേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ് ലൈംഗിക ഊർജ്ജ പരിവർത്തനം എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, പരിവർത്തനം എന്ന വാക്കിന് ഒരവസ്ഥയിലുള്ള ഊർജ്ജത്തെ മറ്റൊരവസ്ഥയിലേക്കോ രൂപത്തിലേക്ക് മാറ്റുക എന്നതാണ്. അതാണ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നെപ്പോളിയൻ ഹില്ലിന്റെ വീക്ഷണത്തില് ലൈംഗിക ഊർജ പരിവർത്തനം എന്നാൽ എന്താണെന്നാണ്, മാനസികമായ ഒരു മാറ്റമാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിക്കുന്നത്. ലൈംഗികമായ ശാരീരിക ആവശ്യങ്ങളെയും ചിന്തകളെയും മനസ്സിന്റെ ശ്രദ്ധയിൽ നിന്ന് മാറ്റി എഴുതി എന്ന് വെച്ചാൽ അതിലേക്കുള്ള ശ്രദ്ധ. നമുക്കറിയാം, നമ്മുടെ തലച്ചോറിന്റെ, പുരുഷന്റെ സ്ത്രീയുടെയും തലച്ചോറുകൾ നോക്കിയാൽ ഈ പുസ്തകത്തിന്റെ ഈ ഗവേഷണം നടക്കുന്ന കാലത്ത് പുരുഷ കേന്ദ്രീകൃത ഗവേഷണങ്ങളായിരുന്നു. 1800കളിൽ അദ്ദേഹം 1970കളിലാണ് മരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പുരുഷ കേന്ദ്രീകൃത റിസർച്ചുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ പുസ്തകത്തെ പിൻപറ്റി ഇതേ ആശയം വെച്ചുകൊണ്ട് ധാരാളം ആളുകൾ പിന്നീട് ഈ കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരപ്പോൾ സ്ത്രീകളൊക്കെ റിസർച്ചിന് വിധേയമാക്കിയിട്ടുണ്ട്. എങ്കിലും പുരുഷന്റെ ഈ തലച്ചോറിന്റെ പ്രത്യേകത, കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഈ പ്രത്യേകത നോക്കുമ്പോൾ അവന്റെ തലച്ചോറിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ
പിന്നെ കാണപ്പെടുന്നത് ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. ലക്ഷ്യം, അവന് ഗോളാണ് ഏറ്റവും പ്രധാനം. ഗോളിന് വേണ്ടി പുരുഷൻ ഏത് അറ്റം വരെ വേണമെങ്കിലും പോകും. അത് സ്ത്രീയെ പോലല്ല. വളരെ മാനലി ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ചിലപ്പോൾ അങ്ങനെ ഒരുപക്ഷെ കഴിയുമായിരിക്കാം. പുരുഷത്വമുള്ള ചില സ്ത്രീകളുണ്ട്. അത് പൊതുവെ പുരുഷന്റെ ഒരു ലക്ഷണമാണത്. അപ്പൊ അവന്റെ തലച്ചോറിൽ ഏറ്റവും കൂടുതൽ ലക്ഷ്യത്തിന് വേണ്ടി അവൻ പ്രവർത്തിക്കുമ്പോൾ അവന് ഏറ്റവും കൂടുതൽ രണ്ടാം സ്ഥാനമുള്ളത് സെക്സാണ് അവന്റെ തലച്ചോറിൽ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമുക്കറിയാം, സിമ്പിളായിട്ട് നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ. എന്താണ്, നമുക്കൊരു സ്ത്രീയെ കാണുമ്പോൾ അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത ഒരാള്, ഒരു പുതിയ ഒരാള്, ഒരു ലൈംഗികപരമായിട്ട് ഒരു പുരുഷൻ നോക്കുമ്പോൾ അവനൊരു താല്പര്യം അവന് തോന്നുന്നത്, ഈ കേൾക്കുന്ന എല്ലാ പുരുഷന്മാർക്കും അറിയാന്നേ, ഈ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടാൽ അപ്പം നോക്കും, ഇല്ലേ? ഉറപ്പായിട്ട് നോക്കും. അപ്പൊ അത് സ്ത്രീകൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം, പക്ഷെ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നവരല്ല. വ്യത്യാസമുണ്ട്. അപ്പൊ പുരുഷന്റെ ലൈംഗികതയും സ്ത്രീയുടെ ലൈംഗികതയും വ്യത്യാസമുണ്ട്. സ്ത്രീയുടെ തലച്ചോറിൽ ഏറ്റവും കൂടുതലുള്ളത് കെയറും ലവും ഒക്കെയാണ്. അവൾ അതാണ് ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഈക്വേഷനാണ് പ്രധാനം. അപ്പൊ സ്ത്രീക്ക് എന്താണ് വേണ്ടതെന്ന് പുരുഷനും, പുരുഷൻ എന്താണ് വേണ്ടതെന്ന് സ്ത്രീയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, പുരുഷന് പ്രധാനപ്പെട്ടത് അവന്റെ ലക്ഷ്യങ്ങളെ നേടാൻ വേണ്ടി സഹായിക്കുകയാണ് എന്ന് സ്ത്രീ തിരിച്ചറിഞ്ഞാൽ, അതിനനുസരിച്ച് പുരുഷൻ അവന്റെ സ്നേഹം അവൾക്ക് നൽകും. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ, അവന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് പകരം അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയോട് അവൻ അകന്നു പോകും. ഉറപ്പാണ്. പിന്നീട് അവന് അടുത്ത താല്പര്യം ലൈംഗികതയാണ്. അപ്പൊ ആ ലൈംഗികതയ്ക്ക് വേണ്ടി അവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ അവൻ തിരിച്ചു കെയർ ചെയ്യും. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ അടുത്ത ആളെ തേടി പോകും. കുടുംബ ബന്ധങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പൊ ഇത് പരസ്പരം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ കാലത്ത് നമ്മൾ ഇതൊക്കെ പച്ചയ്ക്ക് പറയുന്ന, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കിടയിലൊക്കെ, നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലും ചെറുപ്പക്കാരികൾക്കിടയിലൊക്കെ, നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പം ഇപ്പോഴും കൺസർവേറ്റീവ് ആയിട്ടുള്ള വളരെ വളരെ പിന്നെന്താ പറയാ, പഴയ ചിന്തകളൊക്കെ പേര് നടക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാരില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അപ്പോഴും സത്യം അല്ലാതാവില്ലല്ലോ. നമ്മളെ പറഞ്ഞു വന്നത് നമ്മളെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്, പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ ചിന്ത, അത് എന്തിനു ആണെന്ന് വെച്ചാൽ പ്രജനനത്തിന് വേണ്ടിയാണ്, പ്രൊഡക്ഷന് വേണ്ടിയാണ്. കാരണം മനുഷ്യവംശം അങ്ങനെയാണ് ഇങ്ങനെ പെറ്റുപെരുക്കി ഇങ്ങനെ ആയത്. സാംസ്കാരികമായി പിന്നീട് അവൻ പല കാര്യങ്ങളും അറിവുകൾ നേടി ഇവോൾവ് ചെയ്ത് വന്നത്. മതങ്ങളൊക്കെ ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്, നമുക്കൊക്കെ പിന്നെ പെങ്ങളും ആങ്ങളെയും അച്ഛനും അമ്മയും എല്ലാം ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരവസ്ഥയിലേക്ക് സാംസ്കാരിക ബോധമുള്ള ആളുകളായിട്ട് ഒരു സപ്പോർട്ട് മതവും ചെയ്തിട്ടുണ്ട്. മതം മാത്രമല്ല ആ സംസ്കാരത്തിന് സപ്പോർട്ട് ചെയ്ത്, മതം ഒരു സംസ്കാരത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ജീവിതങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ നിലയ്ക്ക് വലിയ സംഭാവനയാണ് മതങ്ങളും ചെയ്തിട്ടുള്ളത്. മറ്റു ചില വിരുദ്ധാഭിപ്രായങ്ങളൊക്കെ മതങ്ങളെ കുറിച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നമ്മുടെ ഈ ചിന്ത പ്രകൃതി ഒരുക്കിയിരിക്കുന്നതാണ്. ഈ ലൈംഗിക താല്പര്യം നമുക്ക് ഒരാളിൽ ഉണ്ടാവുന്നതിന്റെ പുറകിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് അതിന്റെ പ്രൊഡക്ഷനാണ് പ്രകൃതി ഉദ്ദേശിക്കുന്നത്. നമുക്കതിനെ അതിജീവിക്കാൻ കുറച്ച് പാടാം. അപ്പൊ നമ്മുടെ സംസ്കാരം കൊണ്ട് നമ്മൾ അതിജീവിക്കും, ബോധം കൊണ്ട് അതിജീവിക്കും, മാനസികമായ ചിന്തകൾ കൊണ്ട് അതിജീവിക്കും. ആ മാനസികമായ മാറ്റത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ആദ്യത്തെ സൂചനയായിട്ട് നൽകിയിരിക്കുന്നത്. ലൈംഗികപരമായ ശാരീരിക ആവശ്യങ്ങളെ, ചിന്തകളെയും മനസ്സിന്റെ ശ്രദ്ധയിൽ നിന്ന് മാറ്റി എഴുതിക്കൊണ്ട് അതിതീവ്രമായ മറ്റെന്തെങ്കിലും ക്രിയാത്മകമായ ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയയാണ്. നീ ഒന്നും ആലോചിക്കണ്ട, വേറെ ഒന്നും ഒരു ചിന്ത വേണ്ട. ഇത് മാത്രം ആലോചിച്ചുകൊണ്ട് അങ്ങ് കുത്തിയിരുന്ന് അങ്ങ് പഠിച്ചോ, നല്ലോണം അങ്ങ് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥനയിലേക്ക് ഈശ്വര ദൈവമേ പടച്ചോനെ അങ്ങനെ വിട്ടുകൊണ്ട് ഓരോരുത്തരുടെയും മതവിശ്വാസം അനുസരിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് തിരിഞ്ഞ് ചിന്ത അങ്ങ് മാറ്റി വിടുക. നീ അതൊക്കെ ഒന്ന് മറന്നേ, എന്നിട്ട് ഒന്ന് അങ്ങോട്ട് കൂടി ഒന്ന് പിടിക്ക്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആ സിനിമയൊന്ന് കണ്ടേ. ചിന്ത മാറ്റി വിടുകയാണ്. അപ്പൊ സംഗതി മാറില്ലേ, ട്രാൻസ്മ്യൂട്ട് ചെയ്യാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അങ്ങനെ ട്രാൻസ്മ്യൂട്ട് ചെയ്യുന്നത് പോലെ ഇത്തരത്തിലുള്ള ഈ ശ്രദ്ധയെ, ലൈംഗികരമായിട്ടുള്ള ഈ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന, ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയയാണ്. ഗോളിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരുഷന്റെ തലച്ചോറിലുള്ള പ്രധാനപ്പെട്ട ആ ഗോളിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയയാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് സൃഷ്ടിപരമായ പ്രേരണയാണ്. എന്താണ്? ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ലൈംഗിക വാസനയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതിയുടെ ഇൻസ്റ്റിങ്ക്റ്റ്, അതാണ് അടിസ്ഥാന ത്വര എന്ന് പറയുന്നത്. ഉൽപാദനമാണ് ലക്ഷ്യം. അപ്പൊ അതൊരു വാസനയാണ്. അത് അടങ്ങിയിട്ടുള്ള ശക്തമായ ഒരു ഊർജ്ജമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ഊർജ്ജമാണ് ലൈംഗിക ഊർജ്ജം എന്ന് പറയുന്നത്. അത് വരുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു താല്പര്യം വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു പ്രേരണ എന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ സന്തോഷവാനും ഏറ്റവും കൂടുതൽ ഹൈറ്റ്സിലുമാണ് നിൽക്കുക എന്ന് പറയും. അപ്പൊ ആ ഊർജത്തെ കല, സാഹിത്യം, ബിസിനസ്, സമ്പാദ്യം,
മറ്റു ഗവേഷണ രംഗങ്ങൾ, അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള മറ്റു മേഖലയിലേക്ക് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്നതിലൂടെ, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിലൂടെ അത് വ്യക്തിഗത നേട്ടങ്ങൾക്കായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, വലിയ വളർച്ചയുണ്ടാകും എന്നാണ്. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. അപ്പൊ നമ്മൾ ലൈംഗികപരമായ താല്പര്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു ഇജാക്കുലേഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിന്റെ ഒരു കൺക്ലൂഷൻ ഉണ്ടാവുകയോ ചെയ്യുന്നതിന് പകരം അതിനുള്ള ഔട്ട്ലെറ്റ്, അത് പുറത്തേക്ക് വരുന്നത് മറ്റൊരു തരത്തിലായിരിക്കണം. ആ ഊർജത്തെ ക്രിയാത്മകമായ ഒരു പ്രോഡക്റ്റ് ആയിട്ട് വരണം എന്നാ. എന്താ പ്രോഡക്റ്റ് ഇവിടെ? ഈ കലാപരമായിട്ടുള്ള വലിയൊരു സൃഷ്ടി, അതല്ലെങ്കിൽ സാഹിത്യപരമായ വലിയൊരു എഴുത്ത്, അതല്ലെങ്കിൽ വലിയൊരു ബിസിനസ് സൂപ്പർ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ബിസിനസ്സുകാരന്റെ ഒരു വലിയ വിജയം, അതല്ലെങ്കിൽ സമ്പാദ്യം, അതല്ലെങ്കിൽ ഗവേഷണ രംഗത്തെ വലിയ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലോകത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പുത്തൻ ഗവേഷണ റിസൾട്ടുകൾ, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇതാണ് പുറത്തേക്കുള്ള ഔട്ട്ലെറ്റുകൾ എന്ന് പറയുന്നത്. അതിന് പുതിയ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പൊ ഏറ്റവും ശക്തമായ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാവുന്നത്, ഈ എൻ്റെ അടുത്ത് നിരവധി വർഷങ്ങൾ ഞാൻ ഈ ഒരുപാട് വ്യവസായികളായിട്ടുള്ള ആളുകൾ, ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മെന്ററിങ് ഉണ്ട്, പേഴ്സണൽ മെന്ററിങ് ഉണ്ട്. വളരെ വലിയ നിലയിൽ ഇന്ന് കേരളത്തിന് പുറത്തുമൊക്കെ വലിയ നിലയിൽ ആഗോളതലത്തിൽ ബിസിനസ് ചെയ്യുന്ന 1-2 സുഹൃത്തുക്കളെ ഓർക്കുകയാണ്. അവർ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷമൊക്കെ മുമ്പ് അവരെന്നോട് വന്നിട്ട്, അവർ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവരെന്നോട് വന്നിട്ട് പറഞ്ഞു, റോബിജി, പോൺ അഡിക്ഷൻ ഭയങ്കരമാണ്, അതിൽ നിന്നൊന്ന് പുറത്തേക്ക് വരാൻ ഒരു മാർഗവും കാണുന്നില്ല, എന്താണ് ഒരു മാർഗം? അപ്പൊ ഞാൻ മാർഗങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട്, ഞാൻ അന്ന് ഇത്രത്തോളം ആഴത്തിലൊന്നും അത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. അതില് ഈ ഞാൻ അവരോട് പറഞ്ഞത് നെപ്പോളിയൻ ഹില്ലിന്റെ സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിനുള്ള സാധാരണ രീതിയിലുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. അവരുടെ ശ്രദ്ധയെ മുഴുവൻ അവരുടെ ക്രിയാത്മകമായിട്ടുള്ള അവരുടെ ബിസിനസ്സിനെ വളർത്തുന്നതിലേക്ക് തിരിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചുറ്റും നോക്കുന്ന ആളുകളൊക്കെ കാണാം ഈ ആളുകളൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്ന്. അപ്പോൾ ഇന്ന് ഞാനൊരു വലിയ ഒരു വ്യവസായി, അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, വലിയ വ്യവസായി, കേരളത്തിലെ ഏറ്റവും അതിപ്രശസ്തനായിട്ട് വ്യവസായികളുടെ ഒരാളാണ്. അപ്പൊ അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്താ സബ്ജക്ട്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ നെപ്പോളിയൻ ഹില്ലിന്റെ സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ ആണ്. ഓ, അത് വളരെ നന്നായി. അപ്പൊ എങ്ങനെയാണ് ആംഗിൾ? ഞാൻ പറഞ്ഞു, ഇന്നാണ്. അപ്പൊ പുള്ളി എന്നോട് പറയാണ്, സത്യം പറഞ്ഞ റോബിൻജി, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോലും സമയമില്ല. കണ്ടോ, ചിന്തിക്കാൻ പോലും സമയമില്ല. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അവരുടെ ജോലിയിൽ. അപ്പൊ ഈ ഊർജത്തെ അവർ ക്രിയാത്മകമായിട്ട് അവിടെ ഉപയോഗിക്കേണ്ട ആ ഊർജത്തെ അവർ തിരിച്ചുവിട്ടിരിക്കുക. അതാണ് അവർക്ക് ചിന്തിക്കാൻ സമയമില്ല എന്ന് പറയുന്നത്. ചിന്തിക്കാൻ നേരമില്ല. ആദ്യം ഇതൊക്കെ ഉണ്ടാകുമായിരിക്കും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ അതുകൊണ്ടാണ് ഇവരൊക്കെ അങ്ങനെ വലിയ സൂപ്പർ സക്സസിൽ അവർ നിൽക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ അവർ എൻജോയ്മെന്റ് ഒന്നും അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നല്ല ഇതിനർത്ഥമാക്കുന്നത്. അവരൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അതിനല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് കാണുന്നത്. ഇനി ഏറ്റവും ശക്തമായിട്ടുള്ള മാനസിക ഊർജ്ജം, ദ മോസ്റ്റ് പവർഫുൾ മൈൻഡ് സ്റ്റിമുലന്റ് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ശക്തവും അടിവെച്ചതുമായ മാനസിക ഉത്തേജമാണ് ലൈംഗിക വികാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് നെപ്പോളിയൻ ഹിൽ ആ അധ്യായത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ശക്തമാണ്, നമ്മളെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉത്തേജിപ്പിക്കുന്ന, മാനസികമായ ഉത്തേജനം നൽകുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് പറയുന്നത്. ഈ വികാരം ഒരു വ്യക്തിയുടെ മനസ്സിനെ ഉയർന്ന വൈബ്രേഷൻ നിരക്കിലേക്ക്, ഹൈ റേറ്റ് ഓഫ് വൈബ്രേഷൻ അങ്ങ് കയറ്റും, ഉത്തമ ശൃംഖത്തിലേക്ക് കയറ്റും. അതിന് കഴിവുണ്ട് ആ വൈബ്രേഷൻ. അപ്പൊ ലൈംഗിക അഭിലാഷത്താൽ പ്രചോദിതനാകുമ്പോൾ ഒരു വ്യക്തിയിൽ സാധാരണ സമയങ്ങളിൽ ഇല്ലാത്ത ചില ഗുണങ്ങൾ ഉയരുന്നു. ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ടായി പറയുന്നത്. നമുക്ക് ലൈംഗികമായിട്ടുള്ള ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചില ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതീവ ഭാവനയാണ്, കീൻനെസ് ഓഫ് ഇമാജിനേഷൻ. അത് ആ ഭാവനയുടെ എക്സ്ട്രീം ലെവലിൽ ഉണർന്നു നിൽക്കും. അതുവരെ നമുക്ക് തോന്നാത്ത തരത്തിലുള്ള ഭാവനയാണ് ഉണ്ടാവുന്നത്. ഈ ഭാവന അപ്പൊ ചോദിക്കും, തമാശയായിട്ട് ചോദിക്കും, ഇപ്പൊ ആ സമയത്ത് ഇത് ലൈംഗിക ഊർജ്ജം തോന്നുമ്പോൾ നമ്മൾ അതീവ ഭാവന എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലേക്ക് ട്രാൻസ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാവനയെ നമുക്ക് ക്രിയാത്മകമാക്കാൻ കഴിയും, ആ ഊർജത്തിന് കഴിയും എന്നാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് കറേജാണ്, ധൈര്യമാണ്. മറ്റൊന്ന് തീവ്രമായ വിൽ പവറാണ്, ഇച്ഛാശക്തി. അതിശക്തമായ ഇച്ഛാശക്തി ഉണ്ടാവും, സ്ഥിരോത്സാഹം ഉണ്ടാവും, പ്രസിസ്റ്റൻസ് ഉണ്ടാവും. ഈ ഊർജം വരുമ്പോൾ സ്ഥിരത ഉണ്ടാവും എന്നാണ്. ഇതാണ് ക്രിയാത്മകമായി തിരിച്ചുവിടുമ്പോൾ ഒരു കാര്യം തുടങ്ങിയാൽ അത് തന്നെ നിൽക്കും. നമ്മൾ സൃഷ്ടിപരമായ കഴിവ്, അതാണല്ലോ എൻ്റെ ഏറ്റവും വലിയ കഴിവ്. ക്രിയേറ്റിവിറ്റി ആണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ, ഒരു പ്രജനനം എന്നൊക്കെ പറഞ്ഞില്ലേ, സൃഷ്ടിപരമായ കഴിവാണ് ഇതിന്റെ ഏറ്റവും വലിയ
എബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഊർജത്തെ നിയന്ത്രിക്കപ്പെടാതെ പോകുമ്പോൾ, ഇതിന് പാഴായി കഴിയുമ്പോൾ അത് വിനാശകരമായ വഴിയിലേക്ക് തിരിയാം. എങ്ങനെയാണ് സെക്ഷൽ ഊർജത്തെ നമ്മൾ അതിന് വെറും താൽക്കാലികമായ ഒരു 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 സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അമിതമായി അത്തരത്തിലുള്ള ശ്രദ്ധയിലേക്ക് പോകുമ്പോൾ ഫോക്കസ് ചെയ്യുന്നതെല്ലാം വളരുന്നു എന്നാണല്ലോ. നമ്മൾ എന്തിലേക്ക് ശ്രദ്ധിക്കുന്നോ, നിന്റെ ശ്രദ്ധ എന്തിലേക്ക് പോകുന്നോ അത് വളരുന്നു എന്നാണ്. അങ്ങനെയാണ് ഫോക്കസിനെ കുറിച്ചുള്ള ഏറ്റവും ലളിതമായ നിർവചനം. നമ്മൾ ഒരു ക്യാമറയിൽ ലെൻസ് ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോഴാണല്ലോ അത് വലുതായി കാണിക്കുന്നത് എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ചിന്ത അത് മാത്രമാവുമ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ അഡിക്ഷൻ ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് പോൺ അഡിക്ഷൻ പോലുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. പോൺ അഡിക്ഷനുകളിലൊന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കില്ലർ ഡ്രഗുകളൊന്ന്, ഏറ്റവും അപകടകരമായ ഡ്രഗുകളൊന്നാണ് പോൺ എന്ന് പറയുന്നത്. ഒരു തലമുറയെ മുഴുവൻ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. തലമുറയെ മാത്രമല്ല, പ്രായ വ്യത്യാസമില്ലാതെ സകല ആൾക്കാരും ഇന്റർനെറ്റ് ആക്സസ് ഉള്ളതുകൊണ്ട് അവരുടെയൊക്കെ ക്രോം എടുത്ത് പരിശോധിച്ച് നോക്കി അറിയാം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരു ഹിഡൻ ഫേസ് സൂക്ഷിക്കുന്നുണ്ട്. ഇത്തരം മേഖലയിലൂടെ എല്ലാവരും സഞ്ചരിക്കുന്നുണ്ട്. അത് അവരുടെ അവകാശമാണ്. ഞാൻ പറയുന്നത് അമിതമായാൽ, അത് അമിതമാകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ പഠനങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. അവരെപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ കണ്ട് ഒരു 2 പ്രാവശ്യം കാണുമ്പോഴത്തേക്കും ഡോപ്പാമൈൻ എഫക്ട് തുടങ്ങും. അപ്പോൾ ഡോപ്പാമൈൻ വീണ്ടും ആവശ്യപ്പെടും. കെമിക്കലാണ്, ഈ കെമിക്കൽസിന്റെ കളിയാണ്. വീണ്ടും വേണം, ഭക്ഷണം തായോ. ഡോപ്പാമൈന് ഭക്ഷണം എന്താണ്? ഈ വീഡിയോസ് ആണ്. അപ്പൊ ആ വീഡിയോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ സംതൃപ്തനാണ്, വീണ്ടും കാണും. പിന്നെ സംവേദനക്ഷമത കുറയും. കൂടുതൽ നേരം വീഡിയോയിലിരിക്കും, മണിക്കൂറുകളിരിക്കും. തലച്ചോറിന്റെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല, ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. പുറമെ നോക്കുന്നവർക്ക് ഇത് ഒരിക്കലും മനസ്സിലാവുകയുമില്ല. അവസാനം മാനസികമായി എന്തെങ്കിലുമൊക്കെ തകരാറുകളുണ്ടായി ഒരു മനഃശാസ്ത്രജ്ഞനെയോ ഒരു സൈക്കാട്രിയോ സൈക്കോളജിസ്റ്റിനെയോ കാണേണ്ട സാഹചര്യം ഉണ്ടാവുമ്പോഴാണ്, ഒരു തകർച്ച ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അറിയുക അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള വളരെ സ്നേഹത്തോടെ അതിനുള്ള അവസരങ്ങൾ കൊടുക്കാതെ വേണം എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പരിശീലനം നമുക്ക് ചെറുപ്പത്തിലെ മുതൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പോണിന്റെ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ട്. അപ്പൊ പോൺ അത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു ഒന്നാണെന്ന് എടുത്തു പറയുകയാണ് ഇപ്പോൾ. അപ്പൊ ഇങ്ങനെയാണ് ഈ വഴിതെറ്റി പോകുന്നത്. വിനാശകരമായ ബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ പോയി വഴുതി വീഴുക, അയാളെ തന്നെ കാണാൻ തോന്നുന്നു. ഇതൊക്കെ നമ്മളെ ചില രാസപരിപാടിയാണേ, ശരീരത്തുള്ള നല്ല കെമിക്കൽസിന്റെ പരിപാടിയാണ്. അവനെ തന്നെ കാണണം, അല്ലെ അവളെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവളുടെ ഗോള് വന്നില്ലെങ്കിൽ, അവളുടെ ഗോള് കണ്ടില്ലെങ്കിൽ, അവന്റെ ഗോള് വന്നില്ലെങ്കിൽ പിന്നെ ഒരു ലക്ഷ്യമില്ല. ശ്രദ്ധ മുഴുവൻ, ലക്ഷ്യം മുഴുവൻ മാറിപ്പോകുന്നു. നമുക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ കഴിയുന്നില്ല, ഒരു ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. ജോലിയിൽ വളർന്ന് ഒരു 25-30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് സെറ്റിലായിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിന് പകരം കുറേ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. അപ്പോഴേക്കും വൈകിപ്പോവും എന്നാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിനാശകരമായ വഴിയിലേക്ക് തിരിയാൻ നോക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഊർജത്തെ വരുതിയിലാക്കി ക്രിയാത്മകമായ ലക്ഷ്യങ്ങളിലേക്ക് ഒരാൾ തിരിച്ചുവിടുകയാണെന്നിരിക്കട്ടെ, ഉടനെ അയാൾ എത്തുന്നത് പ്രതിഭയുടെ തലത്തിലേക്ക് അയാൾ എത്തപ്പെടും, അയാൾ ഉയരപ്പെടും. അങ്ങനെയാണ് കാണുന്നത്. ഈ പ്രതിഭയിലേക്കുള്ള താക്കോലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്? ചരിത്രത്തിലെ മഹത്തായ നേട്ടങ്ങൾ കൈവരിച്ചവരുടെ ജീവിതങ്ങൾ വിശകലനം ചെയ്ത ഹിൽ ശക്തമായ ലൈംഗിക ഊർജത്തെ ബുദ്ധിപരമായോ ആത്മീയപരമായോ പരിവർത്തനം ചെയ്യാൻ പഠിച്ചവരാണ് അവർ. ബുദ്ധിപരമായിട്ട് ആ ചിന്തകളൊക്കെ വരുമ്പോൾ അവരൊന്നെങ്കിൽ നേരെ പ്രാർത്ഥനയിലേക്ക് തിരിയും. ഇപ്പൊ ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, അമേരിക്കയുടെ പിന്നെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഇടിമിന്നിൽ നിന്ന് വൈദ്യുതി കണ്ടുപിടിച്ച ആളാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. നെപ്പോളിയൻ ഹിൽ പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഈ ലൈംഗികരമായിട്ടുള്ള വഴിതെറ്റിപ്പോയതിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആത്മകഥയിൽ എഴുതി പൂർത്തിയാകാത്ത ആത്മകഥയാണ്. അപ്പൊ അതിന് അദ്ദേഹം പറയുന്നുണ്ട്, അതിന് ഞാൻ പ്രാർത്ഥനയിലൂടെയാണ് ഞാൻ അതിനെ വഴിതിരിച്ചു വിട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ പഠിച്ചവരാണ്, ബുദ്ധിപരമായിട്ടും അതിനെ സമീപിച്ചിട്ട് ഇങ്ങനെ പഠിച്ചവരാണ് ഈ സൂപ്പർ സക്സസിലേക്ക് എത്തിയവരെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ ലൈംഗിക ഊർജം പരിവർത്തനം ചെയ്യാൻ പഠിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം മറ്റുള്ളവർക്ക് ലഭ്യമല്ലാത്ത അറിവിന്റെ ഉറവിടങ്ങളുമായി ബന്ധപ്പെടാനുള്ള കഴിവാണ്. ഇതാണ് നേരത്തെ ഞാൻ വായിച്ച പ്രതിഭയിലേക്കുള്ള താക്കോൽ എന്ന് പറഞ്ഞത്. ഇതാണ് വ്യത്യാസം. നമുക്ക് മറ്റുള്ളവർക്ക് ഒരിക്കലും ലഭ്യമല്ലാത്ത അറിവിന്റെയോ സക്സസിന്റെയോ ഒക്കെ ഉറവിടങ്ങളുമായി ബന്ധപ്പെടാനുള്ള അപാരമായ കഴിവാണ്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അഥവാ അവരുടെ 6ാം ഇന്ദ്രിയം എന്നറിയപ്പെടുന്ന 6th സെൻസ് എന്ന സർഗാത്മകമായ ആ ഭാവനയെ ഉണർത്താൻ ഈ പരിവർത്തനത്തിന് കഴിയും. ഇതാണ് 6th സെൻസ്. അവന് എല്ലാം എന്തെങ്കിലും കാണുമ്പോഴേക്കും അവന് മനസ്സിലാവും കാര്യങ്ങൾ.
അവന്റെ 6 സെൻസ് ഉണർന്നായിരിക്കും കിടക്കുക. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അയാൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, കുറച്ചുകൂടെ ഫോക്കസ് ആണ്, അയാൾക്ക് കാര്യങ്ങൾ അറിയാം, അയാൾക്ക് ഒന്ന് നോക്കിയാൽ മതി. എൻ്റെ അമ്മോ, അയാളെ മുന്നിൽ പോയി പടരുത് കേട്ടോ, അയാളെ ഒറ്റ നോട്ടത്തിൽ എല്ലാം മനസ്സിലാക്കും, സ്കാൻ ചെയ്ത് കളയും. അയാൾ 6 സെൻസ് ഉണർന്നിരിക്കുകയാണ്. ഇത്തരം എബിലിറ്റികൾ അയാൾ ഇങ്ങനെ നേടിയിട്ടുണ്ടോ? സാധനയിലൂടെ, തപസ്സിലൂടെ, അല്ലെങ്കിൽ ചിന്തയിലൂടെ, ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഒക്കെ നേടിയിട്ടുണ്ടാവും എന്നാണ് കാണുന്നത്. അപ്പോ ഈ പ്രതിഭയും ലൈംഗിക ഊർജ്ജ പരിവർത്തനവും തമ്മിലുള്ള ബന്ധം ഹിൽ ഇങ്ങനെ സ്ഥാപിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ശക്തമായ കാമത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വ്യക്തിക്ക് അമിതമായ ഊർജം നൽകുന്നു, അത് ശക്തമായ ആ ഒരു വികാരം. ഇതിനോടൊപ്പം തന്നെ സ്നേഹം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. നമുക്കൊരു ലൈംഗിക ഊർജ്ജം തുടങ്ങുമ്പോൾ അതിനെ കാമം എന്ന് വിളിക്കാം. അതിനൊരു അമിതമായ ഒരു ഊർജ്ജം ഉണ്ടാവും, അതുവരെ ഇല്ലാത്തൊരു ഊർജ്ജം ഉണ്ടാവും. അതിനോടൊപ്പം സ്നേഹവും റൊമാൻസും ആ വികാരങ്ങൾ കൂടിച്ചേരുമ്പോൾ ഈ ഊർജം ജ്ഞാനത്തിലേക്ക്, വിസ്ഡത്തിലേക്ക് വഴിമാറും. ഇതാണ് വ്യത്യാസം. ഇങ്ങനെയാണ് പ്രോസസ്. നമുക്ക് ലൈംഗിക ഊർജ്ജം ഉണ്ടാവുന്നു, അതിന് കൂടി ഒരു സ്നേഹം എന്ന് പറയുന്നത് വ്യക്തിയോടാവാം, പ്രവൃത്തിയോടാവാം, ജോലിയോടാവാം, എന്തിനോടും ആശയത്തോടാവാം. സ്നേഹം, ഒരു റൊമാൻസ്, മനസ്സിലായില്ലേ? ഒരു റൊമാൻസ്, ഒരു പ്രണയം. ഞാൻ അതിനെ പ്രണയിക്കുന്നു, എന്റെ ജോലി ഞാൻ പ്രണയിക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പ്രണയം കൂടി ഉണ്ടാകുമ്പോഴേക്കും അയാൾ വിസ്ഡത്തിലേക്ക് വഴിമാറും, ജ്ഞാനത്തിലേക്ക്. അപ്പോൾ അയാളിലെ ജീനിയസ് ഉണരും. ഇതാണ് പ്രോസസ്. ഇങ്ങനെ 4ാമത്തെ ലെവലിലേക്ക് 5ാമത്തെ ലെവലിൽ എത്തുമ്പോഴേക്കും അയാൾ ഒരു ജീനിയസ് ആയിട്ട് ആ പ്രതിഭയുടെ വാതിൽ തുറക്കും. എന്നാണ് ജീനിയസിന്റെ. അപ്പൊ 40 വയസ്സിന് ശേഷമുള്ള ആളുകളുടെ വിജയരഹസ്യം, മിക്ക പുരുഷന്മാരും 40 വയസ്സിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക വിജയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള കാരണമായി അദ്ദേഹം പറയുന്നത്, 40 വയസ്സിനോടടുത്ത് അവർ ലൈംഗിക ഊർജം പാഴാക്കുന്നത് കുറയ്ക്കും. അതാണ് കാരണം. അതുവരെ അവർ ഈ കരിമ്പൻകാട്ടിൽ കയറിയ ആനയെ പോലെയാണ്, ഇങ്ങനെ മതിച്ചു നടക്കും. ആ ആൾക്കാർക്കായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും വെറുതെ പാഴാക്കി കളഞ്ഞു. പെൺകുട്ടിയോട് വർത്താനം പറഞ്ഞു, ആൺകുട്ടിയോട് വർത്താനം പറഞ്ഞു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒക്കെ ഒരു രസത്തിനിങ്ങനെ പറയാം. അപ്പൊ അങ്ങനെ പോയി അത് പാഴാക്കി കളയുന്നത് കുറയ്ക്കും, കുറച്ചുകൂടെ സീരിയസ് ആവും. ആ ഊർജത്തെ അറിയാതെയാണെങ്കിലും ക്രിയാത്മകമായ വഴികളിലേക്ക് തിരിച്ചുവിടാൻ അവർ പഠിക്കുകയും ചെയ്യും, പ്രായം കൊണ്ട്, അനുഭവം കൊണ്ട്. നമുക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ നെപ്പോളിയൻ ഹില്ലിന്റെ ആശയങ്ങളെ കൂടുതൽ പ്രായോഗികവും ഘടനാപരവുമായ രീതിയിൽ സമീപിക്കുന്ന ഈ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഈ ലൈംഗിക ഊർജം സംരക്ഷിക്കാനും മാറ്റാനുള്ള മാർഗങ്ങളെ കുറിച്ച് അദ്ദേഹം ഇവരെല്ലാവരും മുന്നോട്ട് വെക്കുന്ന പൊതുവായിട്ടുള്ള ഒരു ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. ഇതെങ്ങനെ സാധിക്കും എന്നാണല്ലോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, എനിക്കെന്നാലും ആ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള രീതിയിലേക്ക് മാറണം, ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ അങ്ങനെ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ശ്രദ്ധ തിരിക്കുക എന്നതാണ്. അപ്പൊ ലൈംഗിക ഊർജ്ജത്തെ മറ്റ് ക്രിയാത്മകമായ വഴികളിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഇതിനെ ഊർജ്ജമാറ്റം എന്ന് തന്നെയാണ് പറയുന്നത്, ട്രാൻസ്മിറ്റേഷൻ. സൃഷ്ടിപരമായ ഹോബികളിൽ ഏർപ്പെടുക, പുതിയ കഴിവുകൾ പഠിക്കുക, സംഗീതം, എഴുത്ത്, ചിത്രരചന, കോഡിങ്. ഈ കാലത്ത് കോഡിംഗ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം. സങ്കീർണമാണ്, പക്ഷെ കോഡിംഗ് ഒക്കെ ശ്രദ്ധ മാറ്റാൻ ഉപകരിക്കും. അത്തരം പ്രോജക്റ്റുകളിൽ ഏർപ്പെടുക, ശാരീരികമായ വ്യായാമത്തിൽ ഏർപ്പെടുക, കായിക പ്രവർത്തനങ്ങൾ, ഓട്ടം, ഭാരതോലനം, യോഗ, ഇവയൊക്കെ ചെയ്യുന്ന അധിക ഊർജം ചെലവഴിക്കാനും മാനസിക ശ്രദ്ധ മാറ്റാനും സഹായിക്കും. ആഴത്തിലുള്ള പഠനം ആവശ്യമാണ്. നമ്മൾ ഏത് കരിയറിനാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് താല്പര്യമുള്ള വിഷയങ്ങളിൽ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. പിന്നെ ശീലം മാറ്റാനുള്ള മറ്റു നടപടികൾ നോക്കുക. പോൺ സൈറ്റുകൾ, അതുപോലെ ഈ മാസ്റ്റർബേഷനിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ പരമാവധി ഊർജ്ജ നഷ്ടമുണ്ടാക്കും, അത് ഊർജ്ജം ചോർത്തിക്കളയുന്നതാണ്. അത് ഒഴിവാക്കുക എന്നതാണ്. അതിനുള്ള ദൃശ്യപരത കുറയ്ക്കുക, കാണാനുള്ള സാധ്യതയുടെ അവസരങ്ങൾ കുറയ്ക്കുക. കമ്പ്യൂട്ടറിലും ഫോണിലും ഫോൺ ബ്ലോക്കിംഗ് ആപ്ലിക്കേഷനുകളുണ്ട്, ഫോൺ ബ്ലോക്ക് ചെയ്യാവുന്ന ആപ്ലിക്കേഷനുകളുണ്ട്. ഇപ്പൊ കോൾഡ് ടർക്കി ഒക്കെ പോലുള്ള ചില സാധനങ്ങളുണ്ട്, ഫ്രീഡം പോലുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് പ്രവേശനം നിഷേധിക്കാൻ പറ്റും, നമുക്ക് കാഴ്ചയെ ഇല്ലാണ്ടാക്കാൻ പറ്റും. മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയം കുറയ്ക്കുക, കുട്ടികളൊക്കെ തനിച്ച് മുറിയിലൊക്കെ വാതിലിച്ച്. നമ്മുടെ പുതിയ കാലത്തെ പിള്ളേരുടെ ഏറ്റവും വലിയ ഒരു കുറവായിട്ട് പരാതിയായിട്ട് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട്, എല്ലാം വാതിലടച്ച് അകത്ത് കുറ്റിയിടും, കയറി ആ സെക്കൻഡ് വാതിൽ കുറ്റിയിട്ട് കളയും. അതൊരു ശീലമാണ്. എന്തായാലും കുറ്റിയിടുക, ഒരിക്കലും നമ്മൾ ആരും അവരുടെ റൂമിലേക്ക് ഇടിച്ചു കയറി പോകുന്നില്ല, വാതിൽ തട്ടിയിട്ട് തന്നെ പോകുള്ളൂ. ഒരിക്കൽ പോയാൽ അടുത്ത പ്രാവശ്യം തട്ടിയിട്ട് കാരണം അവർ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യാറ്. പക്ഷെ അവരെപ്പോഴും ഒറ്റയ്ക്കിരിക്കുക. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ മാറിപ്പോകുന്നത്. പൊതു ഇടങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്യാൻ ശ്രമിക്കുക, കൂടുതൽ ഇന്ററാക്ഷൻ, പബ്ലിക് ഇന്ററാക്ഷന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സമയം ക്രമീകരിക്കുക, അതായത് ഇത്തരത്തിലുള്ള ഈ മാസ്റ്റർബേഷന് സാധ്യതയുള്ള സ്ഥലങ്ങൾ
ഈ ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ മനഃപൂർവ്വം മറ്റ് ജോലികളിലേക്ക് തിരിയുക. അതെപ്പോഴാണ്? ഉദാഹരണത്തിന് രാത്രി കിടക്കുന്നതിന് മുമ്പ്. എപ്പോഴും ഈ മാസ്റ്റർബേഷനൊക്കെ സാധ്യതയുള്ളത് ഒറ്റയ്ക്ക് കിടക്കുന്നതിന് മുമ്പാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ മനഃപൂർവ്വം ഡൈവേർട്ട് ചെയ്ത് വിടുക. വേറെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സിനിമ കണ്ടുകൊണ്ടോ അല്ല പുസ്തകം വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകും. അപ്പൊ അതൊരു ശീലമായി മാറും. എന്താണ്? ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കി വെക്കുക. അമിതമായ ലൈംഗിക ചിന്തകൾ ഉണ്ടാകുമ്പോൾ അതിൽ കുടുങ്ങിപ്പോകാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണിത്. ധ്യാനത്തിൽ ഏർപ്പെടുക. ദിവസം ഒരു കുറഞ്ഞ 10 മിനിറ്റെങ്കിലും ധ്യാനിക്കുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കും എന്നാണ്. പിന്നെ തണുത്ത വെള്ളത്തിലുള്ള കുളി. ഇത് എപ്പോഴും ഈ വിദേശ വെസ്റ്റേൺ ഇതിൽ ഈ അരോമ പിന്നെ ഈ ഷവർ പോലുള്ള കാര്യങ്ങൾ, കോൾഡ് ഷവർ വലിയൊരു സംഗതിയാണ്. അപ്പൊ അതെന്താ വെച്ചാൽ ഇത് ശക്തമാകുമ്പോൾ, നമുക്ക് ഇത്തരത്തിലുള്ള വികാരങ്ങൾ ശക്തമാകുമ്പോൾ തണുത്ത വെള്ളത്തിലുള്ള കുളി ശരീരത്തിലെ ഊർജ്ജ പ്രവാഹത്തെ പെട്ടെന്ന് മാറ്റും, ചിന്തകളെ ശാന്തമാക്കുകയും ചെയ്യും. പിന്നെ സഹായം തേടും. സപ്പോർട്ടിങ് സിസ്റ്റം വേണം. ഈ ശീലം മാറ്റിയെടുക്കാൻ ഒറ്റയ്ക്ക് പ്രയാസമാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഒരാൾ എന്നെ സമീപിച്ചിരുന്ന 1-2 പേര്, അവർ മറ്റുള്ളവരുടെ സഹായം നമുക്ക് തേടാം. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നിയാൽ മറ്റുള്ളവർ ചോദിക്കാൻ മടിക്കേണ്ടതില്ല. വിശ്വാസമുള്ളവരുമായി സംസാരിക്കാൻ നമുക്ക് ഈ കാര്യങ്ങൾ. ഒരു സുഹൃത്തോ ജീവിത പങ്കാളിയുമായിട്ട് നമുക്ക് ഈ തുറന്ന് സംസാരിക്കുന്നത് ഈ ഒരുപാട് ആശ്വാസം നൽകും. തെറാപ്പിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ ആവശ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കണം എന്നാണ്. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ വരുത്താൻ സ്ഥിരമായ ശ്രമം, ക്ഷമ ഒക്കെ ആവശ്യമാണ്. അപ്പൊ ചെറിയ വിജയങ്ങളെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് പതുക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ സ്വയം നമ്മൾ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. എന്തായാലും ഈ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ചിന്തകളും അതിക്രമങ്ങൾ. അതാണ് നമ്മൾ ചുറ്റും കാണുന്ന എല്ലാ നിത്യജീവിതത്തിൽ നമ്മളെല്ലാം കാണുന്ന ഇത്തരത്തിലുള്ള പുറകിലെല്ലാം ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, ആക്രമിക്കപ്പെടുന്നതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള മിതമായിട്ടുള്ള ഈ ചിന്തകൾ എന്താണ്. അപ്പൊ അത് ക്രിമിനൽ ലെവലിലേക്ക് യാതൊരു കുറ്റബോധവും ഇല്ലാതെ സ്വയം കൺഫസിങ്ങിന് പോലും സാധ്യതയില്ലാത്ത രീതിയിലുള്ള ക്രിമിനലുകൾ നമ്മുടെ നാട്ടിൽ നിറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ലോകത്ത് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ എല്ലാം മുന്നിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവരെ ചിലപ്പോൾ നന്നാക്കി എടുക്കാൻ പറ്റിയില്ലായിരിക്കാം. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ നന്നാക്കിക്കൊണ്ട് നമ്മളെ തന്നെ സൂപ്പർ സക്സസിലേക്ക് ഏത് രംഗത്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതാവട്ടെ അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ അത് പ്രയോഗിക്കുകയും നിങ്ങളെ കൂടെയുള്ളവരെ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഇതിനെ ശാസ്ത്രീയമായി സമീപിച്ചുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം നമുക്ക് ഇന്റർനെറ്റിൽ ലഭ്യമാണ്, നമുക്ക് പുസ്തകങ്ങളിലൂടെ ലഭ്യമാണ്, ശാസ്ത്രീയ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താമെന്ന് തോന്നുന്നു. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിയെ കുറിച്ച് നിരവധി ആളുകൾ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. നമ്പറുകളൊക്കെ എടുത്തിട്ട് കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി കോഴ്സുകൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി കോഴ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മാസത്തെ ഓൺലൈൻ കോഴ്സ് നടക്കുകയാണ്. ദിവസം നടക്കുന്ന കോഴ്സാണ്. പുതിയ കോഴ്സ് ജനുവരി 16-ാം തീയതിയാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. അടുത്ത ബാച്ച് ആരംഭിക്കുന്നത്. ആളുകൾക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഉണ്ട്, അവർ ബന്ധപ്പെടാവുന്നതാണ്. മികച്ച രീതിയിൽ ആശയവിനിമയങ്ങൾ വളർത്തിയെടുക്കാൻ അത് കൂടുതൽ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. എന്നെ സംബന്ധിച്ച് അത് ഒരു കോഴ്സ് എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത് അതൊരു പ്രവൃത്തി ജോലി എന്ന നിലയ്ക്ക് കൂടെ മാത്രമല്ല, അത് ആളുകളിലേക്ക് കുറച്ചുകൂടെ ഈ വിസ്ഡം എത്തണം എന്നതാണ്. ഇപ്പം പ്രൊമദ്യൂസ് എന്ന ദേവലോകത്തു നിന്നും തീ മോഷിച്ച് ലോകത്തിലുള്ള ഭൂമിയിലുള്ള മനുഷ്യർക്ക് മുഴുവൻ കൊടുത്തു എന്ന് പറഞ്ഞ പോലെ, അതുകൊണ്ട് ഇന്ന് നമ്മളൊക്കെ ഭാവനപരമാണ്, അത് മറ്റൊരു വിഷയമാണ്, അതൊരു എപ്പിക് കാര്യമാണ്. പക്ഷെ ഇന്ന് ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവൻ തീ കൊണ്ട് എന്താണ് ചെയ്യുന്നത്, തീ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പോലെ അറിവ് അഗ്നിയാണ്. അപ്പൊ ഈ അഗ്നി അർപ്പാവുന്ന അഗ്നി നന്നായി പെരുമാനും നന്നായി മറ്റുള്ളവർ സംസാരിക്കാനും അതിലൂടെ വലിയ സക്സസ് ഉണ്ടാക്കാനും പഠിപ്പിക്കുന്ന എൻ്റെ ഒരു മിഷൻ കൂടിയാണ്. അപ്പൊ അതുകൂടി ഈ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷം, നന്ദി. വളരെ